വന്ന് 50,000. 90 കഴിഞ്ഞു. 50,000. 90. 90? എന്ത് 90? നിങ്ങൾ നീ പറയുന്നത് എന്നാ പറയുന്നത്? ഞാൻ പൊന്നിന്റെ വില 90 കഴിഞ്ഞു എന്നാ പറയുന്നത്. പൊന്നിന്റെ വില ഞാൻ പറയിപ്പിക്കണ്ടല്ല. നമ്മൾ അടക്കേണ്ട ലോൺ ഈ മാസത്തേക്ക് 50,000 കഴിഞ്ഞു. അതാ ഞാൻ പറയുന്നത്. പൊന്നിന്റെ വിലയും കൂട്ടിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശ്യാമളെ, ഇപ്പൊ പൊന്നിന് 90,000 കഴിഞ്ഞല്ലേ പറഞ്ഞേ? ഇത്രയും പൈസ എന്റെ പൊന്നും കഴുത്തിലിട്ട് നടന്നു കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ? ഇത് ഇട്ടിട്ട് എന്ത് ധൈര്യത്തിലാ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുക? കഴുത്തുനിന്ന് പിടിച്ചു പറിച്ച്, കാതുനിന്ന് പിടിച്ചു പറിച്ച്, മൂക്കുന്ന് പിടിച്ചു പറിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവൻ പോകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്? എത്ര കൊലപാതകങ്ങളെ ഈ പൊന്നിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്യാമള, ഇതാന്ന് പറയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിച്ച വിദ്യാഭ്യാസപ്പെട്ടെ. മനസ്സിലായിട്ടില്ല? മനസ്സിലാക്കി തരാം. നമ്മൾ ഇടക്കിടക്ക് പൊന്ന് പണയം വെച്ചിട്ടും വിറ്റിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഫ്രീ അല്ലേ? നമ്മളെ ജീവിതം സംരക്ഷിക്കുമല്ലേ ഇതേ? അതെ, സംരക്ഷിപ്പം കഴുത്തിൽ മുക്കുകയറി കൈ ഒഴിഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ട് നിന്റെ ജീവന് സുരക്ഷിതത്വം നൽകുമല്ലേ ഞാൻ ചെയ്തത്. ഇനി പൊന്ന് എന്ന് പറഞ്ഞിട്ട് നീ അണിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ആ ഭീഷണി മാറി കിട്ടിയില്ലേ? ശ്യാമള, ഇതാന്ന് പറഞ്ഞത് കരുതലാണ് കരുത്ത്. ഭാര്യനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ കടമയാണ്. അതാണ് ഞാൻ ചെയ്തത്. മനസ്സിലായി. അപ്പൊ ഭാര്യനെ സംരക്ഷിക്കണം എന്നുള്ളത് ഭർത്താവിന്റെ ചുമതലയാണല്ലേ? അതെ. അതുപോലെ തന്നെ ഒരു ഭർത്താവിനെ സംരക്ഷിക്കണം എന്നുള്ളത് ഭാര്യന്റെ ചുമതലയല്ലേ? എക്സാക്ട്ലി. അപ്പോ സുഖുവാട്ടിന്റെ ജീവന് ഭീഷണിയായി തീരുന്ന സുഖുവാട്ടിന്റെ കഴുത്ത് കിടക്കുന്ന ഈ 2.5 പവന്റെ ചെയിനും അതുപോലെ തന്നെ ഈ കൈക്കത്തെ റിങ്ങും ഞാൻ ഇങ്ങോട്ട് എടുക്കാം. അതിന് കരുതലല്ലേ സുഖുവാട്ട കരുത്ത്.